നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു 200 കിലോ ഭാരമുള്ള വണ്ടി ഡിസ്ക് ബ്രേക്ക് ഇല്ലാണ്ട് ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ട്. എന്താ പറയാ, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടുണ്ട് ഈ ബ്രേക്ക് വെച്ചതിന് ശേഷം. എപ്പോഴും പണിയാണ് ആ സ്വിംഗാം ബുഷിന് വേണ്ടത്. ഈ മെറ്റൽ സാധനം മേടിച്ചിട്ടാ നമുക്ക് ലൈഫ് ടൈം. എല്ലാ സുഹൃത്തുക്കൾക്കും റിവേഴ്സ് ഗിയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മളും നമ്മുടെ വണ്ടിയിൽ ഡിസ്ക് ബ്രേക്ക് കയറ്റിയിരിക്കുകയാണ്. 2019 ഏപ്രിലാണ് ഇന്ത്യ ഗവൺമെന്റ് ABS മാൻഡേറ്ററി ആക്കിയത്. അതേ തുടർന്നാണ് ബുള്ളറ്റ് 350 മോഡലിൽ അവർ ഡിസ്ക് അവതരിപ്പിച്ചത്. അത്രയും കാലം ബുള്ളറ്റ് 350 എന്ന മോഡലിൽ ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്ക് മാത്രം വന്നിരുന്നുള്ളൂ. കമ്പനി അവകാശപ്പെടുന്നത് ഇതിന്റെ റെട്രോ ലുക്സ് നഷ്ടപ്പെടുത്താതെ അതേപോലെ തുടരാൻ വേണ്ടിയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഒരു 200 കിലോ ഭാരമുള്ള വണ്ടി ഡിസ്ക് ബ്രേക്ക് ഇല്ലാണ്ട് ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ട്. ഇതിന് എപ്പോഴും കംപ്ലൈൻറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ബ്രേക്ക് ജാമാവല്, ഡ്രം ജാമാവല് എന്ന് വെച്ചാൽ വെള്ളം കയറി പൊടി കയറി ഇതിന്റെ ഡ്രം ജാമാവണ ഒരുപാട് പ്രശ്നങ്ങൾ എപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഡിസ്ക് കയറ്റാൻ മുതിർന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് ഡിസ്ക് കയറ്റിയേക്കുന്നത്. അപ്പോൾ ഓരോന്നോരായിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യമേ തന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡിന്റെ ജെനുവിൻ ഡിസ്ക് ബ്രേക്ക് കിറ്റാണ് മേടിച്ചത്. അത് ഏകദേശം ഒരു 8500 വില വന്നു. നമ്മൾ സെക്കൻഡ് ഹാൻഡ് സാധനം ഒന്നും തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആ കിറ്റ് അൺബോക്സ് ചെയ്തപ്പോൾ നമ്മൾ കണ്ട സാധനം എന്ന് വെച്ചാൽ ഈ ഡിസ്ക് ബ്രേക്കിന്റെ ആ പ്ലേറ്റ്, പിന്നെ ഈ റിമൂവർ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈ ഡിസ്ക് ബ്രേക്കിന് വരുന്ന ഹബ്ബും കമ്പിയും, പിന്നെ ഇതിന്റെ കാലിപ്പർ, റിസർവ്, ലിവർ, ഇതെല്ലാം ഉൾപ്പെടുന്ന പിന്നെ അട്ടും ബോൾട്ടുകൾ എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു ഡിസ്ക് ബ്രേക്ക് കിറ്റാണ് വന്നത്. നമ്മൾ ഫ്ലൂയിഡ് ഒന്നും മേടിച്ചു ചോദിച്ചില്ല, ഫ്ലൂയിഡ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ ചെയ്ത പണി എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ വീൽ അഴിച്ചെടുത്തു. നമ്മുടെ പഴയ ഡ്രം ഉണ്ടായിരുന്ന വീൽ അഴിച്ചെടുത്തിട്ട് നമ്മൾ അലൈൻമെന്റ് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ആ പഴയ ഡ്രം ബ്രേക്കിന്റെ ഹബ്ബും കമ്പി അടിച്ചു കളഞ്ഞു. അത് നമ്മൾ ആ സെയിം റിമ്മിൽ തന്നെ പുതിയ ഹബ്ബും കമ്പിയും ഇൻസ്റ്റാൾ ചെയ്തത്. നമുക്ക് ഏകദേശം ഒരു 300 അടുത്ത് ചിലവ് വന്നത്. അപ്പോൾ നല്ലൊരു അലൈൻമെന്റ് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഹബ്ബും കമ്പിയും മാറാം. അടുത്ത പണി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടിയുടെ ഈ ഫോർക്ക് അഴിച്ച് ലെയ്ത്തി കൊണ്ടുപോകേണ്ടി വന്നു. ഇവിടെ ഈ സ്റ്റാൻഡിൻ്റെ ഇവിടെ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടായത്. അത് നമ്മൾ ലെയ്ത്തി കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് പിന്നെ നമ്മൾ അരം വെച്ച് കുറച്ച് നല്ല ഷേപ്പാക്കി ഇടുകയും ചെയ്ത് ഇവിടെ ഫോർക്കിൻ്റെ അവിടെ. അടുത്ത പണി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഹാൻഡിൽ ബാറിന്റെ ഇവിടുത്തെ പഴയ ലിവർ ഇതൊക്കെ അടിച്ചളഞ്ഞിട്ട് നമ്മൾ പുതിയ ലിവറും അതിന്റെ റിസർവും ഒക്കെ കയറ്റി. അതിനുശേഷം നമ്മൾ ഈ ഹെഡൊക്കെ കഴിച്ചിട്ട് അതിന്റെ കാലിപ്പറും മറ്റു സംഭവങ്ങളും കൂടി അകത്തേക്ക് കൂടെ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തത്. അത് രണ്ടും കൂടെ നല്ലപോലെ ക്ലാമ്പ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കമ്പി ഹബ്ബൊക്കെ ഇട്ട പുതിയ വീല് ഇതിനകത്ത് അലൈൻ ചെയ്തെടുക്കലാണ് നമ്മൾ അടുത്ത പണിയായിട്ട് ചെയ്തത്. കൃത്യമായിട്ട് അലൈൻ ചെയ്യേണ്ടി വന്നു. കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണത്. അത് അലൈൻ ചെയ്യാം. അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് കൃത്യമായിട്ട് കാലിബറിൽ കൃത്യ സെന്ററായിട്ട് കൊള്ളിക്കുക. ഇതൊക്കെയാണ് അടുത്തത് ചെയ്ത പണികൾ. ഇതൊക്കെ ഇതൊക്കെ ടൈം എടുക്കുന്ന പണിയാണ്, നല്ല സൂക്ഷിച്ച് ചെയ്യേണ്ട പണിയാണ്. നമ്മുടെ ബ്രേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക് വെച്ചിട്ട് ഞാനിപ്പോൾ ഓടിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഭാവിയിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഓടണം, എന്നാലും ഈ ബ്രേക്ക് ഒന്ന് സെറ്റ് ആവുള്ളൂ. മറ്റേ ഡ്രം ബ്രേക്കിനെ അപേക്ഷിച്ച് 100 ഭേദം. ഇപ്പോൾ മഴയത്തൊക്കെ ഓടിക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര സൗകര്യം. പിന്നെ നമ്മുടെ എന്താ പറയുക, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടുണ്ട് ഈ ബ്രേക്ക് വെച്ചതിന് ശേഷം. പിന്നെ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഡ്രം ബ്രേക്കിൽ മെയിൻ്റനൻസ് ചെയ്യണ കാശ് ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ഫസ്റ്റ് ഒരു തുടക്കത്തിലൊരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ വരുള്ളൂ. ഇത് ലോങ് ടേം അങ്ങനെ കിടന്നുള്ളൂ. നമുക്ക് ഭാവിയിൽ വേറെ ചിലവുകളൊന്നും തന്നെ വരില്ല ഡ്രം ബ്രേക്കിനെ അപേക്ഷിച്ച്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡിസ്ക് ബ്രേക്ക് ഇൻസ്റ്റാളേഷൻ്റെ പ്രോസസ്സ്. ഇനി നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളും കൂടി ഈ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് കാണാം. അടുത്തായിട്ട് നമ്മൾ വണ്ടിയിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സ്വിംഗാം ബുഷ് മാറിക്കളഞ്ഞു. റോയൽ എൻഫീൽഡ് ഈ മോഡലിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു കുറഞ്ഞൊരു പ്ലാസ്റ്റിക് പീസാണ് സ്വിംഗാമായിട്ട്. അത് എന്ത് കാര്യത്തിലാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മളെ കസ്റ്റമേഴ്സിനോട് ഏറ്റവും വലിയ ക്രൂരത എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ എപ്പോഴും മെയിൻ്റനൻസാണ്. സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്നായാലും എപ്പോഴും മെയിൻ്റനൻസ് ആണ് വരാൻ വണ്ടിക്ക്. അത് അവരുടെ ശരിക്കും പറഞ്ഞാൽ സ്പെയർസൊക്കെ വിറ്റുവാനായിരിക്കും. വെറും അത് ചെയ്ത് ഭയങ്കര തെറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ പഴയ വണ്ടികളിലേക്കൊക്കെ വന്നിരുന്ന മെറ്റൽ സ്വിംഗാം ബുഷ് മേടിച്ചിടുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ കാണിച്ചേക്കാം. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ മെറ്റൽ സ്വിംഗാം ബുഷ് മേടിച്ചിടുകയാണ് ചെയ്തത്. അത് ഇട്ടേ പിന്നെ നമുക്ക്
കുറച്ചുകൂടി വൈബ്രേഷൻസ് ഒക്കെ ഒന്ന് കുറഞ്ഞു വണ്ടിയുടെ. കുറേ അനാവശ്യമായ ഷോക്ക് അബ്സോർബർ അതിന്മേലൊക്കെ ഉണ്ടായിരുന്ന ശബ്ദമൊക്കെ കുറഞ്ഞു കിട്ടി. അതാണ് ഈ സ്വിംഗാം ബുഷ് മേടിച്ചിട്ടുകൊണ്ടുള്ള ഗുണം. പിന്നെ ഇത് ലൈഫ് ടൈം കിടന്നോളും. നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ പ്ലാസ്റ്റിക് സാധനമാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ആ സാധനം പൊട്ടിപ്പോവും. എപ്പോഴും പണിയാണ് ആ സ്വിംഗാം ബുഷിന് വരുന്നത്. ഈ മെറ്റൽ സാധനം മേടിച്ചിട്ടാൽ നമുക്ക് ലൈഫ് ടൈം കിടന്നോളും. പിന്നെ ഈ സ്വിംഗാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമേ ഇല്ല. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ പ്ലാസ്റ്റിക് സ്വിംഗാം ബുഷിന്റെയും മെറ്റൽ സ്വിംഗാം ബുഷിന്റെയും ക്വാളിറ്റി. ഇതെല്ലാം അതിന് നിസ്സാര പൈസ തന്നെയുള്ളൂ ഈ മെറ്റൽ സ്വിംഗാം ബുഷ്, ഒരു 200 താഴെ. പക്ഷെ ഇതിന് കുറച്ച് ഇതുണ്ട്, ബുദ്ധിമുട്ടുണ്ട് അഴിക്കലും കാര്യങ്ങളൊക്കെ. എന്നുവെച്ചാൽ നമ്മൾ ബാക്ക് ടയർ അഴിക്കണം, ചേഞ്ച് പോക്കറ്റ് ഒക്കെ അഴിക്കണം. ഇത് ഈ ഷോക്ക് അബ്സോർബറൊക്കെ അഴിച്ചിട്ടാണ് ഈ ഒരു പീസ് ഷാസിയുടെ ഈ ഒരു പീസ്. സ്വിംഗാം ബുഷ് എന്ന് പറഞ്ഞാൽ ഷാസിയുടെ 2 ഭാഗങ്ങൾ ഘടിപ്പിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു ഷാസി അഴിച്ചെടുത്തിട്ട് വേണം നമ്മൾ സ്വിംഗാം ബുഷ് അടിച്ചെടുക്കാൻ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതിൻ്റെ പ്രോസസ്സ്. ഇപ്പോഴത്തെ UC എഞ്ചിനെല്ലാം, ഈ ബുള്ളറ്റിന് മാത്രമല്ല UC എഞ്ചിനുള്ള എല്ലാ മോഡൽസിനും ഈ സെയിം ഈ പ്ലാസ്റ്റിക്കിന് സ്വിംഗാം ബുഷാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റാവുന്നവരൊക്കെ ആ സ്വിംഗാം ബുഷ് മാറിക്കളഞ്ഞാൽ തന്നെ ഈ വണ്ടിയുടെ പകുതി പണി പറയും. ഒരു കസ്റ്റമർ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ മിനറൽ ഓയിൽ ഒഴിക്കാറില്ല. ഞാൻ അത് സെമി സിന്തറ്റിക് ഓയിൽ ഒഴിക്കാറ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 5,000 കിലോമീറ്റേഴ്സ് ചേഞ്ച് ചെയ്താൽ മതി. അത് മാത്രമല്ല കുറച്ചുകൂടി കംഫർട്ടായി, എഞ്ചിൻ കുറച്ചുകൂടി റിഫൈൻഡ് ആയ പോലെ എനിക്ക് തോന്നി സെമി സിന്തറ്റിക് ഒഴിച്ചുകൊണ്ട്. പിന്നെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയേക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഫൗണ്ടേഷൻ ബോൾട്ടുകളൊക്കെ ടൈറ്റ് ചെയ്ത് വണ്ടിയുടെ. ഹാൻഡിൽ ബാർ കുറച്ച് അപ്രൈറ്റ് പൊസിഷനാണ്, കുറച്ചിങ്ങനെ നിങ്ങൾ പുറകിലേക്ക് ഇറക്കി. അപ്പോൾ തന്നെ ഓടിക്കാനും കുറച്ചുകൂടി കംഫർട്ടായി. ഇതൊക്കെ ചെയ്തപ്പോൾ തന്നെ വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്തായി. പിന്നെ പില്ലിയൻ്റെ കംഫർട്ടിന് വേണ്ടി സാധാ സ്റ്റാൻഡേർഡിൻ്റെ തന്നെ പോലത്തെ ഒരു കമ്പി പോലത്തെ ഒരു ബാക്ക് റെസ്റ്റ് ആയിരുന്നു. അത് മാറ്റി ശരിക്കും 500 തന്നെ ജെനുവിൻ ബാക്ക് റെസ്റ്റ് മേടിച്ചിട്ട് കുഷ്യൻ ടൈപ്പ് ഇതിട്ടപ്പോൾ തന്നെ പില്ലിയൻ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റി. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ക്ലിയർ ലെൻസ് മാറ്റി ഓറഞ്ച് ഇട്ടു. ഇതൊക്കെ വ്യത്യാസം കൂടി ഈ വണ്ടിയിൽ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് സേഫ് റൈഡ് ഗ്യാരേജ് എന്ന് പറയുന്ന ഗ്യാരേജിലാണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും Instagram ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് ചോദിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വണ്ടിപ്രാന്തന്മാരെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്.